ചങ്കേ നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സംഭവമാണ്. മണ്ണിൽ ചുട്ട കോഴി അല്ലേ അമ്മേ? മണ്ണിൽ ചുട്ട കോഴി. മണ്ണിൽ ചുട്ട കോഴി. അപ്പോൾ മണ്ണിൽ നമ്മൾ കുഴി കുത്തിയാണ് ചുടുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കാൻ പോകുന്നു, എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കാടമുട്ട, പുതിനയില, മല്ലിച്ചപ്പ്, വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, സവാള, ചെറുനാരങ്ങ, ഉപ്പ്, ഇത്ര സാധനമൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഐറ്റംസ് നമുക്ക് ചെറുതായിട്ടൊന്ന് മൊരിയിക്കണം. ആ മൊരിക്കാൻ കൊടുക്കണം നമുക്ക്. പിന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുക്കണം. ചതച്ചെടുക്കാം നമുക്ക്. ചതച്ചെടുക്കട്ടെ, എന്നിട്ട് നോക്കാം. സവാരി ഗിരി 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 ഗിരി, സവാരി ഗിരി 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 ഗിരി, സവാരി ഗിരി 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 ഗിരി. അപ്പോൾ ഇത് നമ്മുടെ മുരിച്ച സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് തിരുമ്പി കൂട്ടാം. ഇത് വെച്ചാൽ വെക്കണം, കൈ പോട്ട് വിടണം. അതിൻ്റെ പുറമെ നമ്മുടെ ഈ കാടമുട്ട അല്ല, കാടമുട്ട ഇതിലേക്ക് ഇടുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് തിരുമാൻ പോകണ്ട, ഞാൻ ചെറുതായിട്ട് അങ്ങനെ തിരുമ്മിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ പൊട്ടിപ്പോയി മുട്ട അതി കിടക്കട്ടെ. ചങ്കേ, അപ്പോൾ നമ്മളത് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വാഴയിൽ പൊതിയണം. വാഴയിൽ മാത്രം പൊതിഞ്ഞാൽ പോരാട്ടോ, നമ്മുടെ അലുമിനിയം പേപ്പറിലും പൊതിയണം. അപ്പോൾ അതിക്ക് മുമ്പ് നമുക്ക് ഇത് വാഴയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ കുഴി ഒന്ന് ശരിയാക്കണം. ഇത് വേവിക്കാനുള്ള കുഴി ഒന്ന് റെഡിയാക്കണം. ഇത് വാഴയിലെടുക്കണം. വാഴ വാട്ടി വെച്ചിട്ടുണ്ട്, വാഴയിലെടുക്കണം. അപ്പോൾ നമ്മുടെ വാഴ റെഡിയുണ്ട്. ഇത് വാഴയിലേക്ക് ഇടണം. അപ്പോൾ വാഴയിൽ പൊതിഞ്ഞ് നമുക്കൊരു ഈ പേപ്പറിൽ പിന്നെ പേപ്പർ ചുറ്റിക്കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇനി കുഴിയിലേക്ക് പോവാം. കുഴിയിലേക്ക് പോകണേക്കും ഇത്തിരി പരിപാടിയുണ്ട്. ഇത് പുറത്ത് പോയിട്ടാണ് അല്ലേ അങ്ങോട്ട് പോവാം. വാ. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടം ഇതേ മണ്ണ് ചെളിയാക്കിയൊക്കെയാണ്. ഒരു എന്താ ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ചെളി ഇങ്ങനെ പരത്തി. ചങ്കേ, നമുക്ക് ഈ ചെളി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മുടെ അത്യാവശ്യം കുറച്ച് കട്ടിയിൽ നന്നായിട്ട് ചെളി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ചൂട് കയറിക്കോളും ഇതിനകത്തോട്ട്. കണ്ടോ, ഇത് തകിടിന് 4 വശം ഞാൻ കമ്പി കെട്ടിയുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ കമ്പി മുകളിൽ നിന്ന് കെട്ടിയാൽ നമുക്ക് എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ചെളി വെത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് വിടണം. നമുക്ക് അടുപ്പിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഇത് ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് റെഡി ആയിക്കോളും. നമുക്ക് അടുപ്പിൻ്റെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കുഴി റെഡി ആയിട്ടുണ്ട്. ഈ കുഴിയിലാണ് നമ്മൾ ചിക്കൻ പൊള്ളിക്കാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ
ഉണ്ടാ ചങ്കേ തീ നന്നായിട്ട് കത്തണ്ട കേട്ടാ. നല്ല ചൂടാണ്, നിൽക്കാൻ പറ്റണില്ല. അടിപൊളി ചൂടാണ് ചങ്കേ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തേച്ച മണ്ണൊക്കെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി. ഇപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ടാവും. കണ്ടാ നല്ല ചൂടാണ് കേട്ടോ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് ഈ ചട്ടി വെച്ചൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ കനലിലേക്ക് കിടന്ന് ശരിക്കാണ് വെന്തോളും. ശരിക്കും നല്ല ചൂട് കിട്ടും. താഴത്തുനിന്ന് മുകളിൽ നിൽക്കാം. ശരിക്കും വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇതാണ്ട ഇപ്പം നല്ല ഉണങ്ങി നല്ല പുറ്റ് പോലെ ആ മണ്ണൊക്കെ ഉണങ്ങി ചെടിയുടെ ഇതൊക്കെ പോയി. ഞാൻ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് ഇറക്കാം. നമുക്ക് ഇനി ഇറക്കട്ടെ. ചങ്കേ അപ്പോൾ നമ്മൾ പൊട്ടിക്കണ്ടേ മണ്ണ്. ചങ്കേ ഇപ്പോൾ നമുക്കൊന്ന് അഴിക്കാട്ടത്. ഇതിൻ്റെ പുറത്തടിച്ച മണ്ണാണ്. ആ മണ്ണ് കളയണം. നിറച്ച മണ്ണാണ്. അപ്പോൾ ഇത് കഴിച്ചെടുക്കാം നമുക്ക്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ആരെ ചൂടാണ്. കണ്ടാ ചങ്കേ എന്താ ആ നോക്കിയേ. ചൂടാണ്ടാ. ഓ അതെന്തേക്ക് നോക്കി. കഴിക്കാൻ കുറേ പേരുണ്ട് കേട്ടോ. നോക്കിയാ മോനെ നോക്ക്. ആ നോക്ക്. ചൂടുണ്ടാ? അതൊക്കെ പ്ലേറ്റ് നോക്കിയ മോനെ. അടിപൊളിയാണ്. പ്രകാശ ചൂട് ചൂടാണ് കേട്ടോ. പ്രകാശ ചങ്കെ നമ്മുടെ സുഹൃത്തെ പുതിയ വഴി കൂടി പോയതാണ്ടാ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പടത്തിന് വഴി കൂടെ പോയ നമ്മുടെ സുഹൃത്താണ്. അത് ഞങ്ങള് മണ്ണിൽ വേവിച്ച ചിക്കനാണ്. നീ ഒന്ന് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞു. ഇത് വെന്തിട്ടുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ ഒന്ന് നോക്കി. വലിയ ഇഷ്ടം എടുത്തോ. സൂപ്പറാണ്. അല്ലേ വെന്തിട്ടില്ലേ? എരിവും ഒക്കെ ഇല്ലേ? ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലാണ്ട്. ഇത് മണ്ണിലാണ് കിട്ടേക്കണത്. സൂപ്പറാണ് ചങ്കേ. അതെ അടിപൊളി ഫുഡാണ് കേട്ടോ. സൂപ്പറായിട്ട് വെന്തുകൊണ്ട് നല്ല എരിവും പുളി ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ അതും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ അടുത്ത നമുക്ക് കാണാം.